നമ്മളുടെ വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ അവർക്കൊരു അപകടം വരാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ. ചെറിയ ഷോക്ക് പോലും ഉണ്ടാകാതെ അഥവാ ഉണ്ടായാലും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സേഫ്റ്റി ഡിവൈസുകൾ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് RCCB എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ELCB, RCB എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരം ഡിവൈസുകൾ നമ്മുടെ ഇലക്ട്രിക്കൽ സിസ്റ്റത്തിൽ ഉണ്ടോ എന്ന് നോക്കുകയും അത് ഉണ്ടെങ്കിൽ അത് ഫങ്ഷനിങ് ആണോ എന്ന് നോക്കുകയും വേണം. അതുപോലെ തന്നെ ആ വെച്ചിരിക്കുന്ന RCCB നമുക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് ഉള്ളത് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യണം. ഒരു RCCBയിൽ 2 ടൈപ്പ് ആംബിയർ റേറ്റിംഗ് ഉണ്ടാവും. ഒന്ന് ആംബിയർ 40 ആംബിയർ 60 ആംബിയർ, അങ്ങനെ ആംബിയർ എന്ന് എഴുതിയ റേറ്റിംഗ് ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ തൊട്ട് താഴെ തന്നെ മില്ലി ആംബിയർ എന്ന് പറഞ്ഞ ഒരു റേറ്റിംഗ് ഉണ്ടാവും. അത് 30 മില്ലി ആംബിയർ ഉണ്ടാവും, 100 മില്ലി ആംബിയർ ഉണ്ടാവും, 300 മില്ലി ആംബിയർ, അങ്ങനെ പല മില്ലി ആംബിയർ റേറ്റിംഗ് ഉണ്ടാവും. നമ്മൾക്ക് വേണ്ടത് 30 മില്ലി ആംബിയർ ആണ്. ഈ 30 മില്ലി ആംബിയർ വന്നാൽ മാത്രമേ നമുക്ക് ചെറിയൊരു ഷോക്ക് ഉണ്ടാകുമ്പോൾ തന്നെ അത് ട്രിപ്പ് ആവുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ കുട്ടികൾക്കൊക്കെ ചെറിയ ഷോക്ക് പോലും വലിയ അപകടം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ 100 മില്ലി ആംബിയർ വയ്ക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ഷോക്ക് നമുക്ക് ഏറ്റാൽ മാത്രമാണ് അത് പവർ സപ്ലൈ കട്ടായിട്ട് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുള്ളൂ. കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് ഈ 100 മില്ലി ആംബിയർ എന്നുമ്പോൾ വലിയൊരു അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മുടെ വീട്ടിലെ ഇരിക്കുന്ന RCCB 30 മില്ലി ആംബിയർ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തണം. അത് വർക്കിംഗ് ആണോ ഫങ്ഷനിങ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഞാൻ രൂപേഷ് പതാൽ, വയറിംഗ് സൊല്യൂഷൻ എക്സ്പെർട്ടാണ്. ഇതിൽ എന്തെങ്കിലും കൺസേൺ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ.